ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? പിന്നെ ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അർദൽ ജഫ്രാൻ്റെ മിഡ് നൈറ്റ് ഊദ്. ഓക്കെ, ഇതെല്ലാവർക്കും വീഡിയോ കാണുന്ന കുറേ പേർക്ക് അറിയാം. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റിനൗൺസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ, അർദൽ ജഫ്രാൻ്റെ മിഡ് നൈറ്റ് ഊദ്. കാരണം ഇത് അമോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വലിയ ബ്രാൻഡിൻ്റെ ഇൻ്റർലൂഡ് വന്നിട്ടുള്ള അതിനേക്കാൾ വലിയൊരു പെർഫ്യൂമിൻ്റെ ഒരു കോപ്പി, ഒരു ക്ലോൺ ഓർ ഇൻസ്പയർഡ് എന്നൊക്കെ പറയാം. ഇത് ഗ്ലോബലി ഫേമസ് ആയ കാരണം കണ്ടമാനം യൂട്യൂബേഴ്സ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലോണാണ്, എടുത്ത് നിൽക്കുന്ന ക്ലോണാണെന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അങ്ങനത്തെ കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ ഇത് ഒരു റീച്ചബിൾ പ്രൈസുമാണ്, ഭയങ്കര വലിയ വിലയില്ല. 1000 ചോട ചിലപ്പോൾ കാണും, ചിലപ്പോൾ 1100-1200 റേഞ്ചിൽ ഈ പെർഫ്യൂം ഉണ്ട്. ഓക്കെ, പെർഫ്യൂം ഒന്ന് അടിക്കട്ടെ. ഞാൻ ഇത് വാങ്ങിച്ച ശേഷമാണ് അമോഷ് ഇൻ്റർലൂഡ് ഒറിജിനൽ ട്രൈ ആക്കിയത്. ഓക്കെ, അപ്പോൾ ഒറിജിനലായിട്ടൊക്കെ കുഴപ്പമില്ലാത്ത വിധം ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ആക്കിയിട്ടുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഒറിജിനലിൽ നിന്ന് ഇതൊന്ന് മാറി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അമോഷ് ഒറിജിനൽ സാധനം സ്മോക്കിയാണ്, സാധനം കുറച്ച് ഊതി, കുറച്ച് സ്പൈസി ടൈപ്പാണ്. പക്ഷേ അതിലൊരു എയറിനെസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് നമുക്ക് ആ സ്മോക്കിനെസ്സും ആ എയറിനെസ്, ആ ഒരു സ്മോക്കിനെസ്സും ആ ഒരു സ്പൈസിനെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു എയറിനെസ് ആ പെർഫ്യൂമിൽ കുറച്ച് ലൈറ്റ്നെസ് അല്ലെങ്കിൽ കുറച്ച് റിഫൈൻമെൻ്റ് എന്ന് പറയാം. പക്ഷേ ആ റിഫൈൻമെൻറ്റിൽ നമുക്ക് കുറച്ചും കൂടി ഫീൽ ഗുഡ് ഫാക്ടർ തരാൻ വേണ്ടിയിട്ട്, അതായത് സംതിങ് ലക്ഷറി എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരു എലമെൻ്റ് അതിലുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ അതില്ല. ഇത് സിന്തറ്റിക്കലി വെൽമെയ്ഡാണ്, അമോഷിനോട് ഒരു 85% സിമിലറാണ്. പക്ഷേ മൊത്തത്തിൽ അമോഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ആയുർവേദ കടയിൽ നിന്ന് ഉഴിച്ചിലും തിരുമ്പിലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഫീലാണ് ഉണ്ടാവുക. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്പൈസി നോട്ടിൻ്റെ ഒപ്പം ഒത്തിരി മുകളിൽ നമ്മുടെ മഞ്ഞൾ പൊടിയുടെ നോട്ടുണ്ട്, മഞ്ഞളുടെ നോട്ട് കയറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉഴിച്ചൽ കടയിൽ നിന്ന് ഇറങ്ങിയ മാതിരി നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഇങ്ങനെ മസാല കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതാണിത് മിഡ് നൈറ്റ് ഊദ്. അതും സിന്തറ്റിക്കലിയാണ്. ഓക്കെ, ഞാൻ അത് ടു ബി ഫ്രാങ്ക് 2-3 പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ അടിച്ചിട്ടില്ല, കാരണം എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇൻ്റർലൂഡ് പിന്നെയും കൂടി റിഫൈൻഡ് ആയതുകൊണ്ട് എനിക്ക് അതിനോട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്. ഇത് ഒരു 85% സിമിലറാണ്. സാധനം ലൗഡ് പ്രൊജക്റ്റിംഗ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നേരം ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യും. ഇത് അത്യാവശ്യം യൂസ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കൂടി ഇതിൻ്റെ അനിയൻ അടിക്കാറുണ്ട്. അവനൊന്നും തലങ്ങും വിലങ്ങും നോക്കില്ല, അവനടിക്കും. അപ്പോൾ പെർഫ്യൂം നല്ല പെർഫ്യൂമാണെന്ന് പറയാൻ പറ്റില്ല, സിന്തറ്റിക് ആണ്. നമുക്ക് ഇൻ്റർലൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിഫൈൻമെൻറ്റ് കാരണം നമുക്കതിൽ കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഭയങ്കര ഷാർപ്പാണ്, സിന്തറ്റിക്കലി ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കൊണ്ട് അടിച്ച് കയറും, സിസ്റ്റത്തിൽ കയറും, അമ്മാതിരി ഷാർപ്പ്നെസ്. അരിഷ്ടം, പച്ചല ഉണ്ടല്ലോ, നമ്മൾ മുറിയൊക്കെ ആയി നമ്മൾ തേക്കൂല പണ്ട്, എന്തെന്താ പേരൊന്നും അറിയില്ല. ആ പച്ചല ഇങ്ങനെ ചതച്ചിട്ട് ഇതാക്കുന്ന ആ സ്മെല്ല്. അതേപോലെ അതിൽ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതന്നെയാണ് അതിൽ വേറൊരു സംശയമില്ല. ഇതിൽ അടിയിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അമോഷ് ഇൻ്റർലൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോകണ്ട, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്പയർഡ് ഷോപ്പിൽ പോയിട്ട് അതൊന്നൊന്ന് ട്രൈ ആക്കിയാലും മതി. കാരണം ഇൻസ്പയർഡ് ഷോപ്പിൽ ഇത്ര ഷാർപ്നെസ്സൊക്കെ ഫീൽ ആയിട്ടില്ല. ഇത്രയും കൂടി അതിൻ്റെ ഷാർപ്നെസ് കുറച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇൻസ്പയർഡ് ഷോപ്പിലൊക്കെ കാണാൻ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ സാധനം ഇത് കുറച്ചും കൂടി ലൗഡാണ്, ഇത് കുറച്ചും കൂടി പ്രൊജക്റ്റിങ് ചെയ്യും. പക്ഷേ പറഞ്ഞ പോലെ ഇത് സിന്തറ്റിക് അങ്ങോട്ട് അടിച്ച് വീശുന്നുള്ളൂ, കാരണം അതിലൊരു റിഫൈൻമെൻ്റ് ഇല്ല. ഇത് വരുന്നവർക്കും കിട്ടുന്നവർക്കും ഒക്കെ എന്നുള്ളൊരു കയറി വരും, അങ്ങനത്തെ ഒരു സ്മെല്ല്. അങ്ങനെ എന്നാൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കയ്യിലുള്ള ഒരു പെർഫ്യൂമാണ്. എനിക്ക് അത്ര എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അമോഷ് ഇൻ്റർലൂഡ് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ചിലപ്പോൾ പെർഫ്യൂം ആയിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അർദൽ ജഫ്രാൻ മിഡ് നൈറ്റ് ഊദ് ട്രൈ ആക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇൻ്റർലൂഡ് ട്രൈ ആക്കിയിരിക്കണം കേട്ടോ. ഇൻ്റർലൂഡ് പല ആളുകളും പല ഹൈപ്പും തരും, പക്ഷെ അത് ഒരിക്കലും നമ്മുടെ ടേസ്റ്റിന് പറ്റിയതാവില്ല കേട്ടോ. അങ്ങനെ എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.